ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 ശ്ലോകം 9. കവിം പുരാണമനുശാസിതാരം അണോരണീയം സമനുസ്മരേയ സർവസ്യ ധാധാരമചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത്. ഇവിടെ പരമമായ സത്യത്തെ എങ്ങനെ ധ്യാനിക്കും അത് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. കവിയും പുരാണനും അനുശാസിതാവും അണുവിലും വെച്ച അണുവും സർവത്തിൻ്റെയും ധാതാവും അചിന്യരൂപനും ആദിത്യവർണ്ണനും തമസ്സിനും പരമായവനുമായ പരമപുരുഷനെ യാതൊരാളാണോ അനുസ്മരിക്കുന്നത് അയാൾ അവനെ തന്നെ പ്രാപിക്കുന്നു. കവി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശി എന്നാണ് അർത്ഥം. വരാൻ പോകുന്നതിനെ മുൻകൂട്ടി കാണുന്നവനാരോ അയാളാണ് കവി. സർവജ്ഞൻ എന്നർത്ഥം, സർവവും അറിയുന്നവൻ. ഇവിടെ ഈശാവാസ്യോപനിഷത്തിൽ നമുക്ക് കാണാം, കവിർമനീഷി പരിഭൂ സ്വയംഭൂ. സർവജ്ഞനെ, ജ്ഞാനസ്വരൂപനെ, എല്ലാം അറിയുന്നവനെ എന്ന അർത്ഥത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരുടെ അറിവാണോ ദേശത്താലോ കാലത്താലോ വസ്തുവിനാലോ പരിമിതപ്പെടുത്തപ്പെടുന്നത് അത് അയാൾ സർവജ്ഞനല്ല, അല്പജ്ഞനാണ്. എന്നാൽ ദേശകാല വസ്തു പരിമിതിയില്ലാത്തതെന്തോ അവനാണ് സർവജ്ഞൻ. അതാണ് പരമാത്മാവിൻ്റെ വിശേഷണം, സർവജ്ഞനാണത്. പിന്നെ പുരാണൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. പുരാ അഭിനവഹ, പണ്ടും പുതിയവൻ, എന്നും പുതിയതായിരിക്കുന്നവൻ. ഒരിക്കലും വാക്കുകൊണ്ടോ അതുപോലെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഒന്നും തന്നെ അറിയാത്തവൻ. അതുകൊണ്ട് അതെന്നും പുതിയതായിട്ടിരിക്കുന്നു. വാക്കുകൊണ്ട് ഉച്ചരിച്ചാൽ അത് എന്തായി? പഴയതായി. കണ്ണുകൊണ്ട് കണ്ടാൽ എന്തായി? അത് പഴയതായി. ഇന്ന് വരെ ആരാലും കാണാത്തവൻ, കേൾക്കാത്തവൻ, പറയാത്തവൻ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ളവനെയാണ് പുരാണം, പുരാണനെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ പരമാത്മാവ് പുരാണൻ എന്ന വാക്കിന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഉണ്ടാവലുകൾക്കും, എല്ലാ പരിണാമങ്ങൾക്കും, എല്ലാ നശിക്കലുകൾക്കും ഒക്കെ അധിഷ്ഠാനമായി യാതൊരുവിധ കാലത്താലും ബാധിക്കപ്പെടാത്തതെന്തോ അതാണ് പുരാണം. പിന്നെ വിശേഷിപ്പിക്കുകയാണ് അനുശാസിതാരം, സർവ ജഗത്തിനെയും പ്രശാസനം ചെയ്യുന്നവൻ അനുശാസിതാവ്. ഉപനിഷത്തുകളിൽ നമുക്ക് കാണാം, ആ ഒരു പരമമായ സത്യത്തിൻ്റെ പ്രശാസനത്തിന് കീഴിലാണ് സൂര്യചന്ദ്രന്മാർ വിശേഷേണ ധരിച്ചു നിർത്തപ്പെടുന്നത്. അപ്പോൾ സർവ പ്രപഞ്ച വ്യവസ്ഥകളും യാതൊരു നിയമത്തിൻ കീഴിലാണോ നടക്കുന്നത്, ആ അധിനിയമം എന്ത്, ആരുടെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്, അതാണ് അനുശാസിതാവ്. ഇതിനെ തന്നെയാണ് നമ്മൾ ഈശ്വരൻ എന്നെല്ലാം പറയുന്നത്. പിന്നെ വിശേഷിപ്പിക്കുകയാണ് അണോ അണീയാംസം, അണുവിലും വെച്ച് അണുതമമായതിനെ. അതായത് സൂക്ഷ്മാൽ സൂക്ഷ്മതരമായതിനെ, സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മമായതിനെ, അങ്ങനെയുള്ളതിനെ. അണോരണീയാൻ മഹതോ മഹീയാൻ, അണുവിൽ വെച്ച് അണുവും മഹത്തിൽ വെച്ച് മഹത്വമായതിനെ. ഒരേ സമയത്ത് അണുവിൽ വെച്ച് അണുവും മഹത്തിൽ വലുതിൽ വെച്ച് വലുതുമാവണം എന്നുണ്ടെങ്കിൽ അത് സർവവ്യാപിയെ സൂചിപ്പിക്കുന്നു. പിന്നീട് പറയാണ് സർവസ്യ ധാതാരം, വായുവിനെ വായുവായിട്ടും അഗ്നിയെ അഗ്നിയായിട്ടും അതത് ഭാവത്തിൽ ധരിച്ചു നിലകൊള്ളുന്നതെന്തോ അതാണ് സർവസ്യദാതാ. പിന്നെ അചിന്യരൂപം, അചിന്യരൂപം എന്ന് പറഞ്ഞാൽ
ജാതി നാമ രൂപ ക്രിയാസംബന്ധം ഇല്ലാത്തത്. ഈ വക ഒന്നുമില്ലാത്തതിന് എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക? അതുകൊണ്ട് അചിന്ത്യ രൂപം, അതായത് ചിന്തിക്കുന്നവൻ്റെ സ്വരൂപമാണ്, അതിനെ ചിന്തിക്കാൻ സാധ്യമല്ല. അതിനാൽ അചിന്ത്യ രൂപം. പിന്നീട് പറയുകയാണ് ആദിത്യവർണം. ആദിത്യവർണം എന്ന് പറയുമ്പോൾ സൂര്യനെ പോലെ ജ്വലിക്കുന്ന വർണ്ണത്തോട് കൂടിയവൻ, അല്ല പ്രത്യേകിച്ച് അവിടെ കളറല്ല പറയുന്നത്. സർവത്തിനെയും പ്രകാശിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ചൈതന്യത്തെ. അപ്പം നാം കാണുന്നതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലിച്ച് പ്രകാശിക്കുന്നത് ഏതാണ്? അത് ആദിത്യനാണ്. ആ എല്ലാത്തിൻ്റെയും ഉണ്മയും സ്വയംപ്രഭവുമായ ആ ചൈതന്യത്തെ, പ്രകാശസ്വരൂപനെ, ആദിത്യവർണ്ണനെ തമസപരസ്താത്, ജ്ഞാനസ്വരൂപമായതിനെ എന്നർത്ഥം. അറിവ് തന്നെ സ്വരൂപമായത്, അവിദ്യയുടെ സർവ മേഖലകൾക്കും ഉപരിയുള്ളത്, അവിദ്യ തൊട്ടു തീണ്ടാത്തത്. ഈ പറയപ്പെട്ട ലക്ഷണങ്ങളോടൊത്ത ആ പരമാത്മ ചൈതന്യത്തെ ആരാണോ അനുസ്മരിക്കുന്നത്, അതാണ് ഇവിടെ പരമാത്മ ധ്യാനത്തിനായിക്കൊണ്ട് നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്നത്. അതായത് അഭ്യാസയോഗയുക്തവും അനന്യഗാമിയുമായ അന്ധക്കരണത്താൽ കവിയും പുരാണനും അനുശാസിതാവും അണുവിൽ വെച്ച് അണുതമവും സർവത്തിൻ്റെയും ദാതാവും അചിന്ത്യരൂപനും ആദിത്യവർണവും തമസ്സിനും പരവുമായ പരമപുരുഷനെ ഗുരുശാസ്ത്രോപദേശങ്ങൾക്കനുസൃതമായിട്ട് ആര് ചിന്തിക്കുന്നുവോ അയാൾ സ്മരിക്കുന്നവൻ ആ പരമമായ സത്യത്തെ തന്നെ പ്രാപിക്കുന്നു. ഇവിടെ ദേഹം ഉപേക്ഷിക്കാതെ തന്നെ, മരിക്കുന്നതിന് മുമ്പ് തന്നെ ദേഹാഭിമാനം, അതായത് ശരീരത്തിൽ അഹന്ത വെടിഞ്ഞ് മനുഷ്യന് ജീവൻ മുക്തി പദം നേടാനാവുമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. സ്വസ്വരൂപം എന്താണെന്നറിയാത്തത് കൊണ്ട് അജ്ഞാനത്താൽ വന്നുപെട്ട ആ അഭിമാനരൂപമായ ജീവത്വം അഥവാ അഹന്ത അത് നീങ്ങി സർവതന്ത്ര സ്വതന്ത്രനാവണമെങ്കിൽ സാധകൻ അവലംബിക്കേണ്ട ഉപായമാണ് ധ്യാനം. വിഷയധ്യാനത്തിൽ നിന്ന് ആത്മധ്യാനത്തിലേക്ക് എത്തണം, ആത്മാനുസന്ധാനം ചെയ്യാൻ കഴിയണം. അതാണ് ധ്യാനം. ആത്മാനുസന്ധാനത്തിന് പറയുന്ന പേരാണ് ധ്യാനം. അങ്ങനെ ആത്മാവിനെ തന്നെ നിരന്തരമായി ധ്യാനിച്ചാൽ ആത്മാവിനെ പ്രാപിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രകാശസ്വരൂപിയായ പരമാത്മാവ് ഏതാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. എന്താണ് അതിൻ്റെ സ്വരൂപമെന്ന് ശരിക്കും വ്യക്തമാവാതെ എങ്ങനെയാണ് അതിനെ ധ്യാനിക്കുക? ഈ സംശയം തീർത്തു തരികയാണ് ഇവിടെ ചെയ്തത്. ഒരാൾ എന്നെ ഉപദേശിക്കുന്നു എന്ന് പറയുന്നു. ആ ഉപദേശിക്കുന്ന ഉപദേശത്തെ, ആ കേട്ട ശബ്ദത്തിൽ ഞാൻ എങ്ങനെ മനസ്സുറപ്പിക്കും? അതിന് രൂപം വേണ്ടേ? അപ്പം അതെന്താണ്, ആരാണ് ഉപദേശിക്കുന്നതെന്ന് അറിയാതെ ധ്യാനിക്കാൻ സാധ്യമല്ല, ശബ്ദം കൊണ്ട് മാത്രം. അപ്പോൾ പരമപുരുഷനെ, പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ അത് സാധ്യമല്ല. അപ്പം ധ്യാനവേളയിൽ സാധകൻ്റെ മനസ്സിനെ ആ പരമാത്മ തത്വത്തിലേക്ക് തിരിക്കാൻ ചില സഹായകങ്ങളായ വിശേഷണ പദങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ പദങ്ങളൊന്നുമല്ല പരമമായ സത്യം, അതിലേക്കുള്ള ചൂണ്ടുവലകളാണ് അത്. ധ്യാനയോഗിക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി മാത്രം. അപ്പോൾ നശ്വരമായിരിക്കുന്ന ഈ ജഗത്തിന് അധിഷ്ഠാനമായ ബ്രഹ്മത്തിൻ്റെ ആ സ്വരൂപം എന്തെന്ന് ചില സൂചനകളിലൂടെ, ചില വിശേഷണങ്ങളിലൂടെ പറയുകയാണ് ചെയ്തത്.
മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ആ വഴിക്ക് തിരിച്ച് ആ ബ്രഹ്മവിചാരത്തിൽ ഏകാഗ്രമാക്കാം. അങ്ങനെ ബ്രഹ്മാനുഭൂതി കൈവരിക്കാം എന്നാണ് പറഞ്ഞത്. അതിന് കവി, പുരാണൻ, അനുശാസിതാവ്, അണോരണീയാൻ, സർവസ്യദാതാവ് ഇങ്ങനെയുള്ള വിശേഷണങ്ങളെ കൊണ്ട് ആ പരമ്പൊരുളിനെ ധ്യാനിക്കൂ. അല്ലാതെ മറ്റു വസ്തുക്കളെന്ന പോലെ അത് ചിന്താവിഷയമാണെന്ന് തോന്നിപ്പോവരുത്. ആ തെറ്റിദ്ധാരണയെ നീക്കാൻ വേണ്ടിയാണ് ഈ പദങ്ങളൊക്കെ പറയപ്പെട്ടത്. അങ്ങനെ ഈ പദങ്ങളെ വെച്ചുകൊണ്ട് അതിൻ്റെ ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കി പരമമായ സത്യത്തെ ധ്യാനിക്കാൻ പറയുകയാണ് ഇവിടെ ചെയ്തത്. അങ്ങനെ പരമാത്മാവിൻ്റെ സ്വരൂപത്തെ ധ്യാനിച്ച് സാധകൻ അതായിത്തീരുന്നു. നിത്യനിരന്തരം എന്തിനെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് അത് തന്നെ നമ്മളായിത്തീരുന്നു. ആ പരമാത്മതത്വത്തെ സാക്ഷാത്കരിക്കുന്നു എന്നർത്ഥം. അത് മരിച്ചിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാധ്യമാണ്. ഞാൻ കേവലം ഒരു ജീവനാണ്, എൻ്റെ കാലത്ത് ജനിച്ചതാണ് എന്നുള്ള ആ പരിമിതമായ ഭാവം പോയാൽ മതി. അതാണ് ഇവിടെ ഉപദേശിച്ചത്.